മഹാഗണപതിം ശ്രീമഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം. എന്തായാലും നല്ല ഹാപ്പി ആൻഡ് പോസിറ്റീവ് സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അടിപൊളി, സൂപ്പർ. ഒരു കൈ അടി കൊടുക്ക. പക്ഷേ ഇന്ന് എലിമിനേഷൻ എപ്പിസോഡാണ്. അത് പാറു, നീ ഇപ്പം പറഞ്ഞാൽ നന്നായി. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സ്റ്റാർട്ട് നമുക്ക് വൈകുന്നു പോയാനെ. ചെറിയൊക്കെ പറഞ്ഞ് എലിമിനേഷൻ താങ്കൾ ഔട്ട്. ബ്യൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള നോട്ട്സിലാണ്. അത് എന്ത് ടെൻഡറായിട്ടാണ് അത് കമ്പോസ് ചെയ്തേക്കുന്നത്, അമ്മ പാടിയേക്കുന്നത്. അയ്യോ, എല്ലാവർക്കും സാഷ്ടാംഗ പ്രണാമം. വേറെ ഒന്നുമില്ല മോളെ. കാര്യം ഞാൻ നല്ലത് കണ്ടാൽ നല്ലത് തന്നെ, അത് 100%. വേറെ ഒന്നുമില്ല. മോള് നന്നായിട്ട് തന്നെ പാടി, പക്ഷെ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു മോളെ. അത്ര കേട്ടാ. ഓൾ ദി ബെസ്റ്റ് മുത്തേ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക, അനുഷ്ക എന്താ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ ലതാജിയുടെ ഒരു ടോപ്പ് 10 അല്ലെങ്കിൽ ഒരു ടോപ്പ് 5 ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. നമ്മൾക്ക് ആഗ്രഹിക്കും ഏതെങ്കിലും ഒരു ഡയറക്ടർ വന്നിട്ട് നമ്മളോട് ഇതുപോലത്തെ ഒരു പാട്ട് ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കും. അതുപോലത്തെ ഒരു എന്താ പറയുക, തേൻ പോലത്തെ ഒരു പാട്ട്. ബ്യൂട്ടിഫുൾ സോങ് ആൻഡ് ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. മദൻജി, ഹാറ്റ്സ് ഓഫ്. ഒന്നും പറയാനില്ല, പ്രണാമം. ശരത്തേട്ടൻ യൂസ് ചെയ്ത വാക്കാണ് കറക്റ്റ്. ടെൻഡറാണ്, ഭയങ്കര ടെൻഡർ സോങ്. എന്തോ ഇതിൽ, അതായത് കഹിയേ വോത്തോ നഹി, ഇങ്ങനെ എത്ര ടെൻഡറായിട്ടാണ് അത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെ ഇടയിൽ മോൾ എന്തൊക്കെയോ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ അത് പോട്ടെ. ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് കഹിയേ വോത്തോ നഹി തന്നെയാണ്. അത് ആണെങ്കിൽ എല്ലായിടത്തും വരുന്നുമുണ്ട്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും നമുക്ക് ഡിഫറെൻറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ അനുപല്ലവിയിൽ ചുപ്കെ തുടങ്ങിയത്, പിന്നെ അതുപോലെ ശ്യാം സെ പെഹലെ. അഗൈൻ നമ്മൾ ഇപ്പുറത്തെ പേജിലേക്ക് വരുമ്പോൾ വീണ്ടും കഹിയേ വോത്തോ നഹി. എങ്ങോട്ട് തിരിഞ്ഞാലും കഹിയേ വോത്തോ നഹി. ഒരു കാര്യം പറയട്ടെ അവളെ, യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. മോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് കസറാമായിരുന്നു. അതെ കേട്ടാ, താങ്കൾ ഉഴുത് മറിക്കായിരുന്നു നിനക്ക്. നല്ല ചോയ്സ്, ഉഗ്രൻ ചോയ്സ്, ഒന്നും പറയാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഹിയേ വോത്തോ നഹി. കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോക്കാം കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഹരിചേട്ടാ. അനുഷ്ക, നല്ല സോങ് മോളെ, നല്ല സോങ് സെലക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പാട്ടോ, അയ്യോ ഇത് ഏത് ഇയറിൽ ഇറങ്ങിയ പാട്ടാ? ഇത് 1082. നമ്മുടെ അതായത് നമ്മുടെ തീയൊക്കെ കണ്ടുപിടിച്ച കാലം. തീ അപ്പോഴൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ 12 വർഷം കഴിഞ്ഞിട്ടാ തീ കണ്ടുപിടിച്ചത്. സോറി, 1982 അല്ല, 1963 ഇറങ്ങിയ ആൽബമാണ്. 1963. അപ്പോൾ മോളെ ടെക്നിക്കൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
ഈ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ജറ അതിൽ തന്നെ ശ്രുതി പ്രശ്നമായിരുന്നു. ആ ഫസ്റ്റ് തുടങ്ങിയ നോട്ട്. പിന്നെ അങ്ങോട്ട് കഹിയെ പോത്തോ നഹി ആയിരുന്നു, നഹി എല്ലായിടവും. എനിക്ക് പാട്ട് കേട്ടപ്പോൾ താത്തയുടെ ആ പാട്ട്, അതാ ഞാൻ ചെറുതായിട്ട് നേരത്തെ ചോദിച്ചത്. ഓ അതോ അസാധ്യ പാട്ടടാ. ഓർമ്മകൾ എന്ന് പറഞ്ഞ താത്തയുടെ ഫിലിം സോങ്സിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ് ഫിലിം സോങ്സ്. എന്നാലും താത്ത ചെയ്ത ലൈറ്റ് മ്യൂസിക് ഒരുപാട് പാട്ടിലുണ്ട്, ലളിത ഗാനങ്ങൾ. ഇപ്പൊ ഘനശ്യാമ സന്ധ്യ ഓ ഷോ നിങ്ങൾ കേൾക്കണം. ദാസേട്ടൻ പാടിയതാ. അയ്യോ, ഒരു നിവർത്താത്ത പാട്ടാണ് എൻ്റെ അമ്മോ. അത് വെച്ചാൽ അതിൻ്റെ റെക്കോർഡിങ് ചെയ്ത പിക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു മൈക്ക് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് അത് സിത്താറിലാണ് തുടങ്ങുന്നത്. പിന്നെ ഫ്ലൂട്ടുണ്ട്, KS ഗോപാലകൃഷ്ണൻ സാറാണ് തോന്നുന്നു വായിച്ച ഫ്ലൂട്ട്. അയ്യോ, അത് കഴിഞ്ഞ് ദാസ് സാറ് തുടങ്ങുന്നു. ഇതൊക്കെ ഒരൊറ്റ 1-2 മൈക്കോ വെച്ചിട്ടുള്ളൂ. എല്ലാവരും ആ സമയമാകുമ്പോൾ മൈക്കിൻ്റെ അടുത്ത് വരും, പ്ലേ ചെയ്യും. അവരുടെ പോർഷൻ കഴിയുമ്പോൾ ഒറ്റ ടേക്കാണ് കേട്ടോ. അപ്പോൾ ദാസ് സാർ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കൂപ്പി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അതിങ്ങനെ നോക്കിയിട്ട് ഇപ്പം ഘനശ്യാമ എന്ന് പറഞ്ഞു. ഞാനിതൊക്കെ കേട്ട കഥകളാണ് കേട്ടോ, എനിക്കല്ലാതെ. ഞാനിതൊക്കെ ഇങ്ങനെ വീട്ടിൽ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ആ ഓർമ്മകൾ എന്ന് പറഞ്ഞ സോങ് ആണ് എനിക്ക് പെട്ടെന്ന് ഈ സോങ് കേട്ടപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അതിൻ്റെ മൊത്തത്തിൽ ആ പാട്ട് കാവാലൻ സാർ എഴുതി താത്ത കമ്പോസ് ചെയ്ത പാട്ട്. അതൊക്കെ കേൾക്കണേ. ഓർമ്മകൾ ഉഗ്രം പാട്ടാണ്. ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ ഓർമ്മകൾ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതിൻ്റെ അനുപല്ലവിയും ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു സ്വപ്നങ്ങൾ എന്നോടു വിട പറഞ്ഞു ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ ഓർമ്മകൾ. ഭയങ്കര പാട്ടാ. ഇത് താത്ത തന്നെ എന്നെ പഠിപ്പിച്ചത്. അപ്പം ഞാനിതിലൊരു സംഗതി, ഇതിങ്ങനെ കുറേ പേര് പാടി പാടി ഇറങ്ങുമ്പോൾ പല വേർഷൻസ് ഇറങ്ങുമല്ലോ. അപ്പം ഞാനൊരു വേറൊരു സംഗതി പാടി, അപ്പം തന്നെ ഒരു അടി തരും. ഇത് ഏത് പാട്ടാ നീ പാടുന്നു? അസാധ്യ പാട്ടാണ്. ഇത് ഒരുപാട് പാട്ടുകളുണ്ട്. ഘനശ്യാമ, ഇതൊക്കെ ചുമ്മാ പോയി കേൾക്കണം. ഘനശ്യാമ സന്ധ്യ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഹെഡ് ചേട്ടാ. അനു, മാർക്സ് ചോദിക്കാം. ശരത് സാർ. ഞാനിങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പുറയല്ല ഇപ്പോഴും. പോട്ടെ, അദ്ദേഹത്തെ പറ്റി ഞാൻ ആ മൂടൊന്ന് കളയാൻ വേണ്ടി ഒരു ജോക്ക് പറഞ്ഞു. അപ്പം ഞാൻ മക്കളെ എൻ്റെ പടത്തിൻ്റെ ഓർക്കസ്ട്ര ഫിക്സ് ചെയ്യാൻ വേണ്ടി കോതണ്ടപാണി എന്ന സ്റ്റുഡിയോയിൽ SPB സാറിൻ്റെ സ്റ്റുഡിയോ ചെന്നൈയിൽ. അപ്പോൾ അവിടെയാണ് വിൻസെൻ്റ് ഏട്ടനുള്ളത്. അപ്പം വിൻസെൻ്റ് ഏട്ടനായിരുന്നു രാധാകൃഷ്ണൻ ചേട്ടനും അന്ന് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യുന്നു. അപ്പം ഞാൻ അവിടെ പോയി വിൻസെൻ്റ് ഏട്ടനെ കാണാനാണ് പോയത്. അപ്പം ചേട്ടൻ അവിടെ നിൽക്കുന്നു. രാധാകൃഷ്ണൻ മോനെ വാ വാ വിളിച്ച് എന്നെ കൊണ്ട് ആ ഞങ്ങൾ കഴിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് എനിക്കാണെങ്കിൽ പോവുകയും വേണം, ഒരു പാട്ട് പാടാനുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങി ഓടാൻ പറ്റുമോ? അവിടെ വന്നിട്ട് ചേട്ടൻ കുറേ കാര്യങ്ങൾ പല 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 കാര്യങ്ങളും സംസാരിച്ച് വളരെ ഗഹനമായിട്ടുള്ള എനിക്കൊന്നും മനസ്സിലാവാത്ത ടോപ്പിക്ക് വരെ അതിൽ വന്ന് അതൊരു ഞാൻ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ കേട്ടിരുന്നു. അവസാനം കുറേ നേരമായപ്പോൾ എനിക്ക് പോയില്ലെങ്കിൽ അവിടെ പോയി തെരുവിളി കേൾക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നേർന്നേ ഇറങ്ങിക്കോട്ടെ രാധാകൃഷ്ണൻ ചേട്ടാ, ഞാൻ പോയിട്ട് ഞാൻ വേണം വൈകുന്നേരം വരാം, രാത്രി വരാം. ശരി മോനെ, ലേറ്റായല്ലേ? മോനെ ആരാന്ന് പറഞ്ഞില്ലേ?
ആരാ ഏതാണെന്ന് ഞാൻ വരച്ച് എന്നെ കണ്ട് പിടിച്ചോണ്ട് വരച്ച് കുറച്ചെങ്കിലും എവിടെങ്കിലും കണ്ടൊരു പരിചയമെങ്കിലും രാധാകൃഷ്ണൻ ചേട്ടൻ കാണും എന്നൊക്കെ വിചാരിച്ചത്. അത് വളരെ നിങ്ങൾ സംസാരിച്ചത് വളരെ ഗഹനമായിട്ടുള്ള കാര്യം. സൗരയൂഥത്തിനെ പറ്റിയും USSRനെ പറ്റിയും അവരെന്തുകൊണ്ട് അവിടെ ബോംബിട്ടു ഇതൊക്കെ പറഞ്ഞ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വക സംഭവങ്ങൾ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൂടാ. കുറേ ഏതാണ്ടൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് സംസാരിച്ച് പിന്നെ വട കഴിക്കുന്ന അതിലേക്ക് പരിപ്പോടെയോ ചായയൊക്കെ വന്ന് അതൊക്കെ കുടിച്ച് ചെയ്യാൻ ഭയങ്കര ട്രീറ്റ് ആണ്, ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കും. എടാ അറിഞ്ഞുകൂടാത്ത ഒരാളെ നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കൂ, ഞാൻ ചെയ്യത്തില്ല. ഇദ്ദേഹം ഞങ്ങൾ സംസാരിക്കുന്ന കണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു MG അണ്ണാച്ചിയാന്ന് വിചാരിക്കും ഞാൻ. അത്ര അടുപ്പത്തോടെ സംസാരിച്ചിട്ട് ഇറങ്ങാൻ തരത്ത് മോനെ നീ ആരാന്ന് പറഞ്ഞില്ല. അത്ര നിഷ്കളങ്കനാണ്. അതിന് തമാശ ഇത് രസം. അദ്ദേഹത്തിനടുത്ത് ഇത്രയും ഇരുന്നത് നമ്മൾ അതൊന്നും അല്ല. അദ്ദേഹം പറഞ്ഞു വളരെ തമാശ രൂപത്തിൽ പല സംഭവങ്ങളും പറഞ്ഞ അത് പ്രസൻറ്റേഷൻ നല്ല രസമാണ്. ഒന്നത് വളരെ കൊച്ചു ശബ്ദമാണ് രാധാകൃഷ്ണൻ ചേട്ടനെ. നീ വന്നില്ലേ അതൊന്നുമില്ല, അത് രവീന്ദ്രൻ മാസ്റ്റർ. ഇത് വളരെ സോഫ്റ്റാണ്. അത്രേ ഉള്ളൂ ശബ്ദം. അതൊക്കെ പെട്ടെന്ന് ഓർത്ത് പോയി മക്കളെ. എന്തൊക്കെയാലും ചക്കര കുഞ്ഞിന് ഞാനൊരു 7.5 മാർക്ക് തരും. ചേട്ടാ ഇന്നത്തോടെ ഒന്നിച്ചുള്ള മാർക്കുകൾ കഴിഞ്ഞു. അതെ, ഓൾ ദ ബെസ്റ്റ് അനു. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു GTech എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ശരത് സർ, ഷാനിക, ഹരിച്ചേട്ടാ, കുട്ടികളെ ഈ ഷെഡ്യൂളിലെ എല്ലാ പെർഫോമൻസസും കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഷാനിക ഇനി? എലിമിനേഷൻ The selection process begins. Okay. എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വന്നേ. എല്ലാരും എത്തി. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഗോൾഡൻ മൈക്ക് പ്രിവിലേജ് കിട്ടിയ ഇതിൽ 2 പേരാണ്. ഒന്ന് തീർത്ഥ, ഒന്ന് ധ്രുവ. Congratulations to both of you. Congrats. All the best മക്കളെ. ഇതിൽ തീർത്ഥ ഓഫ് കോഴ്സ് തുടക്കം തൊട്ടേ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പക്ഷെ നമ്മളെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞത് ധ്രുവമോളാണ്. സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ധ്രുവ. 2 പേർക്ക് ലതാജിയുടെ റൗണ്ടിലാണ് ഗോൾഡൻ മൈക്ക് അല്ലേ? ലതാജിക്ക് ഒരു പ്രണാമം, നിങ്ങളെ രക്ഷിച്ചു. നിങ്ങളെ ഇങ്ങനെ കാണുന്നതിലൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ഈ പാട്ട് കമ്പോസ് ചെയ്തവർക്കും നിങ്ങൾ താങ്ക്സ് പറയണം. അതുകൊണ്ടാണ് നിങ്ങളിവിടെ പാടാൻ പറ്റിയത്. അപ്പോൾ ഇനി അങ്ങോട്ടും തകർക്കുക, പൊളിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ നിങ്ങൾക്കെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ. ഇനി നിങ്ങൾക്ക് 2 പേർക്കും അവിടെ പേര്. സോ ഈ ഷെഡ്യൂളിലെ ഗോൾഡൻ മൈക്ക് വിന്നേഴ്സ് തീർത്ഥ ആൻഡ് ധ്രുവ. ആ ചടങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പ് 5. ടോപ്പ് 1 2 പേർക്കാണ് സെയിം മാർക്സ്. ഒരേ മാർക്ക് കിട്ടിയിട്ടുണ്ട് 2 കണ്ടസ്റ്റൻസിന്. അത് വേറെ ആരുമല്ല, ടോപ്പ് 1 ഇസ് തീർത്ഥ ആൻഡ് ധ്രുവ. അതെ, സെയിം മാർക്കാണ് 2 പേർക്കും കിട്ടിയിരിക്കുന്നത്. 81.5. 2 പേർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഗോൾഡൻ മൈക്കും കിട്ടി, അതോടൊപ്പം ടോപ്പ് 5 ടോപ്പ് 1. ഓക്കെ, സൂപ്പർ. അപ്പൊ ടോപ്പ് 2 വൈഗ. എന്താ മുത്തേ പറയാനുള്ളത്? എപ്പോഴും ഒന്നില്ലെങ്കിൽ ടോപ്പിൽ വരും കുട്ടി അല്ലേ?
Congrats. എന്താണ് വൈകയ്ക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു മൊമെന്റിൽ? അങ്ങനെ വെച്ചാൽ ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഹിഡൻ മാർക്സ് ഒരു പണിയായിരുന്നു, അതുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാവർക്കും. എന്നാലും സ്വന്തമായിട്ട് പെർഫോം ചെയ്തു, നന്നായിട്ട് തവണ പെർഫോം ചെയ്യാൻ പറ്റി എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? ലതാജിയുടെ റൗണ്ട് ഒഴിച്ച് ബാക്കി രണ്ടും അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. എന്ത് പറ്റി അപ്പൊ ലതാജിയുടെ റൗണ്ടിന്? എന്താണ് തോന്നുന്നത്? ലതാജിയുടെ റൗണ്ടിന് എനിക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു ചമ്മൽ വന്നു, എന്തിനാന്ന് എനിക്കറിയത്തില്ല. ബാക്കി രണ്ട് റൗണ്ടിനും അത് മാറ്റി. ഓക്കെ, അതാണ് അപ്പം വൈകയ്ക്ക് തോന്നുന്നത്. ഓക്കെ, സോ വൈകയ്ക്ക് ഈ പറഞ്ഞ പോലെ ടോപ്പ് 1-ന് 81.5 ആണെങ്കിൽ വൈഗ ഈസ് ഗെറ്റിംഗ് 80 മാർക്സ്. 80 മാർക്ക് ഉണ്ട്. തൊട്ട് പുറകെ ഉണ്ട് വൈഗ. ഒട്ടും കുറവല്ല, ഒട്ടും കുറവല്ല. അല്ല മോളെ, പിന്നെ ഈ ഹിഡൻ മാർക്കിന്റെ കാര്യം പറഞ്ഞു. ഹിഡൻ മാർക്ക് ആണെങ്കിലും നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ, ബോറായിരുന്നു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കേണ്ട മാർക്ക്. ഇപ്പൊ ഞാൻ 9-ഉം ഷാൻ 2-ഉം ഹരി 3-ഉം അങ്ങനെ എടുത്തില്ലല്ലോ. ആ ചിരിക്കുന്നു. നിങ്ങൾക്ക് മാക്സിമം മാർക്സ് തരാനേ ഞങ്ങൾ എല്ലാവരും നോക്കും. നിങ്ങൾ കുറച്ചൊക്കെ തെറ്റിച്ചാലും ഓക്കെ, കുഴപ്പമില്ല, ഇവരെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇത്ര നാൾ. അങ്ങനെ കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നതും. അപ്പോൾ വൈഗയ്ക്ക് 80 മാർക്സ് ഉണ്ട്. അപ്പോൾ നല്ല പെർഫോമൻസ്, നല്ല കൺസിസ്റ്റൻസി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് വൈഗ. കൺഗ്രാറ്റ്സ് മക്കളെ. പോയിരിക്കാം. ഓക്കെ, അപ്പൊ ടോപ്പ് 3 ആരാണെന്ന് എനിക്ക് ഗസ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരാന്നറിയാം. നോക്കട്ടെ, ടോപ്പ് 3 ആരായിരിക്കും? ഓക്കെ, എത്ര പേര് പാർവണിക്ക് സപ്പോർട്ടിങ്? എത്ര പേര് ദിയക്ക് സപ്പോർട്ടിങ്? അല്ല, ഒരാള് 2 പേരെ പറയരുത്. അല്ല, ഞാൻ ദിയക്കാ പറഞ്ഞേ. ഓക്കെ, ദിയക്ക് എത്ര പേര്? നന്നായിട്ട് ഒരാള് ശരിക്കും ഓക്കെ, 5 പേര്. പാർവണയ്ക്കോ? മൊത്തം ആളുകളോ? ഓക്കെ, അപ്പൊ ടോപ്പ് 3 വന്നിരിക്കുന്നത് 78.5 മാർക്സ് ആണ്. ദിയ. എന്റെ ദിയ ടേജർ സോണിലൊക്കെ ഇരുന്ന ആള് ഇപ്പൊ ടോപ്പ് 5 തകർക്കാണ്. We are proud. Dear, we are so happy for you. We are proud of you. ഇത് പണിയെടുത്ത് നേടിയ സ്ഥാനാണ് കേട്ടോ. നല്ലോണം പണിയെടുത്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നേടിയ ഒരു സ്ഥാനാണ്. അവിടുന്ന് ഇനി താഴോട്ട് പോവാതെ നോക്കാന്നുള്ളതാണ് കേട്ടോ. എപ്പോഴും അവിടെ നിന്ന് അവിടെ അല്ല, അതിനേക്കാളും മുകളിലോട്ട് കയറി താഴോട്ട് വരരുത് കേട്ടോ. എന്താ ദിയക്ക് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? അത് എനിക്കൊന്ന് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ, എങ്ങനെ ഉണ്ടായിരുന്ന ദിയ ആയിരുന്നു, അത് എങ്ങനെയാണ് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തത്, അത് പറയുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ദിയ എടുക്കുന്നത്? ആദ്യം ഭയങ്കര പേടിയായിരുന്നു. അപ്പോ മെല്ലെ മെല്ലെ മാറ്റി അത് ഇറക്കാണല്ലോ ഞാൻ ചെയ്യാറ്. പിന്നെ അത് ഇറക്കാതെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കി. പിന്നെ സ്റ്റേജിൽ വന്നപ്പോ മെല്ലെ ഇങ്ങനെ ഇറക്കൊക്കെ ചെയ്യും, കാണാതെ. അത് സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ആ ഫിയർ മാനേജ് ചെയ്ത് മുമ്പോട്ട്. അത് തന്നെയാണ് എല്ലാവരും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ നമ്മൾ ഫേസ് ചെയ്തേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ദിയ 78.5 നല്ല മാർക്സ്. വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. സോ ടോപ്പ് 3 യു ആർ സേഫ്. ഫോർത്ത് പൊസിഷൻ ആരാണ്? എനി ഗസ്? ആരായിരിക്കും? മക്കളെ സ്വന്തമായിട്ട് വേണേലും കൈപൊക്കാം. ഞാനായിരിക്കും. നല്ല അതിനൊരു വരുന്ന കോൺഫിഡൻസ് ഉള്ള 2 പേരെന്ന് ഇവിടെ കയറിക്ക്. കോൺഫിഡൻസ് ഉള്ള 2 പേർക്ക് ഇവിടെ കയറി നിൽക്കാം. ഞാനാണ് ടോപ്പ് 4 ഉണ്ടാവുക എന്നുള്ള കോൺഫിഡൻസ്. പിന്നെ ചമ്മലാവും, പക്ഷെ ഇറങ്ങിപ്പോ വേണ്ട, വെറുതെ കഷ്ടപ്പെടുത്തണ്ട. സോ ഫോർത്ത് പൊസിഷനിൽ ഇസ് പാർവണ. പാർവണ തൊട്ട് പുറകെ ഉണ്ട്, ദിയയുടെ തൊട്ട് പുറകെ ഉണ്ട്. ദിയക്ക് 78.5 ആണെങ്കിൽ പാർവണ ഇസ് ഗെറ്റിംഗ് 78. ജസ്റ്റ് 0.5 വ്യത്യാസം. അല്ല, ഇതെല്ലാം മിക്കവരും 0.5, 0.1 അത് കുഴപ്പമില്ല. അപ്പൊ അതാണ് മോളെ മാറ്റി നിർത്തുന്ന ഒരു കാര്യവും കേട്ടോ. ആൻഡ് യു ആർ എ വെരി ഗുഡ് സിംഗർ. So 78 marks. You are also safe. Congrats Parvana. Congrats Parvana. ഒരാളും കൂടി ഉണ്ട് അല്ലേ ടോപ്പ് 5-ൽ. ആരാണ്? അതൊന്ന് ഗസ് ചെയ്യണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാം.
ആരാ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരുടെ പേരാ? ഇവിടെ ആരുടെ പേരാ? ശ്രീഹരി, അമേയ, സർഗ, 3 പേരുകൾ വന്നിട്ടുണ്ട്. ശ്രീഹരി, അമേയ, സർഗ. സർഗ. സർഗ ആരൊക്കെയാ പറയുന്നേ? ഓക്കെ. ഓക്കെ, അമേയ. അതെ, അവിടെ നിന്നൊക്കെ കൈ നോക്കുന്നുണ്ട്. ശ്രീഹരി. ശ്രീഹരിക്ക് ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാ, ഭയങ്കര സപ്പോർട്ടാടാ നിനക്ക്. അപ്പോൾ 77.5 അതാണ് മാർക്സ്. അതായത് 78 പാർവണയിൽ നിന്നും വെറും കേവലം 0.5 മാർക്ക് വ്യത്യാസത്തിലാണ് ഈ കുട്ടി. എണേ കേറി നിക്കണേ. എന്താ പറയാനുള്ളത്? അല്ല, മക്കൾക്ക് എന്ത് തോന്നുന്നു? അത് ഒരു ഭീകരാവസ്ഥയിൽ നിന്ന് കയറി വന്ന കുഞ്ഞല്ലേ? മക്കള് പറ. ഇല്ല, ഇപ്രാവശ്യം ഞാൻ പേടിയില്ലാണ്ട് പാടാൻ ശ്രമിച്ചു. അതാണ് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ബെറ്റർ ആയി വരുത്തിയ വ്യത്യാസം. നമ്മുടെ സ്ട്രാറ്റജി അതായിരുന്നു. ഗുഡ് ഗുഡ് മോളെ, വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. അതായത് കഴിഞ്ഞ തവണത്തെ എലിമിനേഷനിൽ ഒരു നൂൽപാലത്തിന്റെ മേലെ കൂടെയാണ് ദേവാംഗി നടന്നത്. പോവാൻ നിന്നതാ. അത് പിന്നെ കണ്ണീരും ടിഷ്യൂ പേപ്പർ. ഇവിടെ എല്ലാ സെറ്റിലുള്ള ഇവിടെ എല്ലാ ക്രൂവും ഞെട്ടിപ്പോയ ഒരു നിമിഷം. കയ്യാലപ്പുറത്തെ തേങ്ങ ആയിരുന്നു മോളെ. അതെ. അപ്പൊ ഇതിൽ നിന്ന് ഇന്നാവുന്ന ആളെന്ന് പറയുന്നത് ഇസ് ദേവാംഗി. ടോപ്പ് 5 5th പൊസിഷൻ ദേവാംഗി. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. So you are safe, ദേവാംഗി. മക്കള് പോയിരുന്നോ? എന്ത് പണിയാണോ എടുക്കുന്നത് അത് തന്നെ എടുത്തോണ്ടിരിക്കുക. പോയിക്കോണേ, ആടെ പോയി ഇരിക്കണേ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഡേഞ്ചർ സോണിലുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ്. അപ്പൊ ഡേഞ്ചർ സോണിലായിട്ടുള്ള 5 പേരുടെ പേരുകളാണ് പറയാൻ പോണേ. ഫസ്റ്റ് വൺ അനുഷ്ക, അർജുൻ, ആന്യ, 4ാമത്തെ ആള് റിഹാൻ, 5ാമത്തെ ആള് നിവേദ്, ഈ 5 പേരാണ് ഡേഞ്ചർ സോണിലുള്ളത്. ബാക്കി എല്ലാവരും സേഫാണ്. കൺഗ്രാറ്റ്സ് മക്കളെ, നിങ്ങൾ അവിടെ പോയിരുന്നു. അപ്പൊ നിങ്ങൾ 5 പേരാണ് ഡേഞ്ചർ സോണിലുള്ളത്. എന്താണ് പറയേണ്ടത്? വൈ ആർ യു ഇൻ ദ ഡേഞ്ചർ സോൺ? നിങ്ങൾ ആരൊക്കെയാണ് ഇതിന് മുന്നേ ഡേഞ്ചർ സോണിൽ വന്നിട്ടുള്ളത്? നിവേദ് മാത്രം. ബാക്കി നേരത്തെ ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവിടെ ചെന്ന് സേഫായി. അപ്പോൾ ഓരോരുത്തരായിട്ട് പറ. ആന്യ, എന്ത് പറ്റി? അത് സോങ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തില്ല, പിന്നെ ഡിക്ഷൻ ഒരു എറർ ആയിരുന്നു. ഓക്കേ മോളെ. ശരി, അടുത്ത ആള്. ശരി, എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല. അർജുന പറയണം. ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. ശ്രുതി പ്രശ്നവും വരി പ്രശ്നവും ഉണ്ടായിരുന്നു അല്ലേ? വരി പ്രശ്നമില്ലായിരുന്നു ഇത്തവണ. വരി പ്രശ്നമൊന്നുമില്ല, ശ്രുതി പ്രശ്നം. അതൊന്ന് ഇംപ്രൂവ് ആയി. അത് ഗുഡ്, വെരി ഗുഡ്. വേറെ പാടാൻ പറ്റിയ വിചാരിച്ചാണ് പാടാൻ പറ്റില്ല. ഓക്കെ, റിഹാന നീ പറയടാ. കോൺഫിഡൻസ് കുറവായിരുന്നു. എന്ത് പറ്റി? ഏറ്റവും തകർത്ത് പ്ലേ ചെയ്യുന്ന ആൾക്ക് എന്ത് പറ്റി? ഇവിടെ എന്തൊക്കെ ആക്ട് കാണിച്ച ആളാണ്. എന്ത് പറ്റി റിഹാൻ കോൺഫിഡൻസിന്? ശ്രുതി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതെന്ത് പറ്റി? ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ റിഹാൻ അടിപൊളി ആയിരുന്നല്ലോ,
എന്തുകൊണ്ട് ഈ ഷെഡ്യൂളിൽ ശ്രുതി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു? സാധാരണ വരാത്തതാണല്ലോ. ക്യാ ഹുവാ? ഒന്നുമില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്തവണ? ചെറുതായിട്ടുണ്ടായിരുന്നു. ഓക്കെ, പെർഫോം ചെയ്യാൻ പറ്റുമോ അതോ ഞാൻ തെറ്റിക്കും അങ്ങനത്തെയൊക്കെയാണോ? ഓക്കെ, അങ്ങനെ വന്നാൽ തന്നെ പ്രശ്നമാണ്. അതെ, നമ്മൾ ടെൻഷൻ ഒരിക്കലും നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യില്ല. ടെൻഷൻ ഒരു വിധത്തിൽ നല്ലതാണ് ചില കാര്യത്തിന്, പ്ലാൻ ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ തീർക്കാനും. പക്ഷേ അനാവശ്യമായ ടെൻഷൻ നമ്മളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ റിഹാൻ. അത് എപ്പോഴും റിഹാൻ മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കുക. അപ്പം അതൊക്കെ അത് നമ്മൾ ആ ഫിയർ മാറ്റണം. ഓക്കെ. നിവേദ്? സൗണ്ട് ഇഷ്യൂസ്. ഓക്കെ, ശരി. ഇതില് 2 പേർക്ക് സെയിം മാർക്സ് ഉണ്ട്, 3 പേർക്ക് സെയിം മാർക്സ് ഉണ്ട്. 71.5 ഇതാണ് 2 പേർക്ക് കിട്ടിയ മാർക്ക്. മറ്റേ ഗ്രൂപ്പിന് കിട്ടിയത് 71. അപ്പൊ 71.5 കിട്ടിയ 2 പേര് സേഫാണ്, രക്ഷപ്പെട്ടു. ആ 2 പേര് എന്ന് പറയുന്നത് അർജുൻ ആൻഡ് നിവേദ്. രണ്ടുപേരും പോയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ് മക്കളെ. മക്കളെ, ഇപ്പം നിങ്ങൾ ഇപ്പം ബാക്കിയുള്ളവരെല്ലാം സേഫായിട്ടുള്ളവർ അവിടെ ഇരുന്നു. നിങ്ങൾക്കൊരു മാർക്കാണ്. അപ്പം നിങ്ങൾ 3 പേരും ഉണ്ട്. നമുക്ക് എലിമിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട് ഉറപ്പായിട്ടും. അതിൽ എത്ര പേര് എന്നുള്ളതൊരു ചോദ്യചിഹ്നം. അത് നമുക്ക് പറയാം. നിങ്ങൾ 3 പേർക്കും സെയിം മാർക്സ് ആണ്, 71. ഇതിൽ ഒരാൾ മാത്രമാണ് സേഫ് ആകാൻ പോകുന്നത്. അതെ, ഒരാൾ സേഫ് ആവും. അപ്പം നമ്മൾ അന്ന് ചെയ്ത പോലെ ഒരു പരിപാടി ചെയ്യാൻ പോവാണ്. സെയിം. നമ്മളൊരു 30 seconds തരാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് സോങ്ങിൻ്റെ ഒരു പല്ലവി, ഷീനു ഇരിപ്പുണ്ട്, ഒരു പല്ലവി യു ക്യാൻ സിംഗ്. യു ഹാവ് ടൈം. യു ക്യാൻ പെർഫോം ഫോർ 1 minute. 1 minute കേട്ടോ. ഓരോരുത്തർക്ക് 1 minute പെർഫോം ചെയ്യാനുള്ള സമയമുണ്ട്. ആലോചിക്കാൻ 30 seconds. ദ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം അപ്പ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. എല്ലാവരും അസാധ്യമായിട്ട് പാടും. പിന്നെ 1 minute ആണ് പെർഫോമൻസ് ടൈം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ഞാനല്ല പരുന്തല്ല തെരകളല്ല ചെമ്മാനം വാഴണ തുറയരയൻ. അങ്ങേ കടലിലെ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? You have more time. 3, 4. മരനീരും മോന്തി നടക്കണ ചെമ്മാനത്തെ പൊന്നരയൻ. മരനീരും മോന്തി നടക്കണ ചെമ്മാനത്തെ പൊന്നരയൻ. നീട്ടിത്തുപ്പിയതാണേലി തുറമണലെല്ലാം പൊന്നാക്കൂലെ. മാനത്തെ പൂന്തുറയിൽ അലവീശണ. Thank you. Good Rehan, good. കാർമുകിലിൽ പിടഞ്ഞുണരും തുലാമിന്നലായി നീ. വാതിലുകൾ തുറന്നടയും നിലാനാളമായി നീ. വിവശമെന്തോ
गिरा रे हाय झुमका गिरा रे बरेली के बाजार में झुमका गिरा रे बरेली के बाजार में झुमका गिरा गिरा हाय 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 झुमका गिरा रे सैया आए नैन झुकाए घर में चोरी चोरी सैया आए नैन झुकाए घर में चोरी चोरी बोले झुमका मैं पहना दूं आजा बाकी चोरी मैं बोली ना 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 पापा Thank you, മോളെ. താങ്ക് യുടാ. താങ്ക് യു. ഷാനിക്ക, ഹരിച്ചേട്ടാ, ശരത് സർ, ഡിസ്കഷൻസ് കഴിഞ്ഞോ? യെസ്, കഴിഞ്ഞു. ഓക്കെ, We are done. അപ്പൊ ഇതിന്ന് ഒരാള് സേഫ് ആവും. ഒരാൾ സേഫ് ആവും. ഓക്കെ നമ്മൾ 3 പേരും ഡിസ്കസ് ചെയ്തു, ഈ ഒരു പെർഫോമൻസ് വിലയിരുത്തി ഓക്കെ സേഫായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത് സേഫായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത് അനുഷ്ക. അനുഷ്ക മക്കളെ സേഫ് ആയതിലാണോ കരയുന്നത്? അനുഷ്ക ഭയങ്കര ഡേഞ്ചർ സോണിന്റെ അങ്ങേ അറ്റത്താണ് അനുഷ്ക ഉള്ളത് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് അനുഷ്കയുടെ പെർഫോമൻസ് അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ മോളെ. അതുപോലെ കുറച്ചും കൂടി ലെവൽ വേണം മോളെ പാടുന്നതിന്, കുറച്ചും കൂടെ ഒക്കെ ശക്തി വേണം കേട്ടോ. എന്തൊക്കെയാലും കയറിയല്ലോ അല്ലേ, ഇപ്പൊ കുറച്ച് കൂളായോ? കൺഗ്രാറ്റുലേഷൻസ് അനുഷ്ക. Congrats മക്കളെ. Congrats, അനുഷ്ക. പോരും. മക്കൾ പോയിരുന്നതാ. ഓക്കെ, സോ ഇന്നത്തെ എലിമിനേഷനിൽ നമ്മളെ വിട്ട് താൽക്കാലികമായി വിട പറയുന്നത് ആന്യ ആൻഡ് റിഹാൻ. നീ കരയണ്ട, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. റിഹാൻ വന്നതുപോലെ അല്ല പോകുന്നതല്ലേ ഷാനിക്ക? അതെ അതെ. വന്നപ്പോ ഭയങ്കര തീർച്ചയായും. സൈലന്റ് ആയിട്ട് നിന്ന ഒരാളാ. പക്ഷെ റിഹാന്റെ ഗ്രോത്ത് കണ്ടിട്ട് ഇവിടെ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ. നിന്റെ എത്രയോ പെർഫോമൻസ് ഞങ്ങളുടെ ഒക്കെ ഹാർട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് പെർഫോമൻസസ് റിഹാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒരിക്കലും വിഷമിക്കണ്ട. ഓക്കെ, കരയണ്ട മോനെ. കരയണ്ട. കൂളായിരിക്കും. നീ ഒരു നല്ല ചെക്കനുമാണ്, നമുക്കൊക്കെ അത്ര ഇഷ്ടമാണ് ചെക്കന് കേട്ടോ. ഇതൊക്കെ മോനെ മക്കളെ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ കുട്ടികൾ ചേർന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് വന്ന റിയാലിറ്റി ഷോയിൽ 41 പേരായിരുന്നു മത്സരിക്കാനുണ്ടായിരുന്നത്. അതിലൊരൊറ്റ ആക്കല്ലേ കിട്ടത്തുള്ളൂ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ലല്ലോ കേട്ടോ. അതങ്ങനെ അങ്ങനെ വിചാരിക്കുക. പിന്നെ വിജയിച്ച് ഈ എല്ലാം ഭയങ്കര ഹൈമാർക്ക് മേടിച്ച് വിജയിച്ചവരാരും അങ്ങനെ വിളങ്ങി കണ്ടിട്ടുമില്ല, ശോഭിച്ച് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ വിഷമിക്കുക വേണ്ട കേട്ടോ. പോലെ നീ എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഉറപ്പായിട്ടുണ്ടാകും മോനെ. നമ്മുടെ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും കാണും കേട്ടോ. അതുപോലെ തന്നെ ആന്യക്കുട്ടി ഒരുപാട് ഇംപ്രൂവ് ചെയ്ത് നമ്മൾ ഒരുപാട് എന്റർടൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒത്തിരി ഒരുപാട്. അതെ, കുഞ്ഞിന്റെ സംസാരവും അതെ, അത് വളരെ ക്യൂട്ടാണ് അവൾ. അത് നല്ല ജ്ഞാനസ്ഥയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ആ ശബ്ദമൊക്കെ നമുക്ക് വളരെ പ്രിയങ്കരമാണ്. സച്ച് എ സ്വീറ്റ് ആർട്ട് മോളെ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇത് ജസ്റ്റ് നിങ്ങളുടെ ബിഗിനിങ് മാത്രമാണ്. ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ രണ്ടുപേരും. ഓൾ ദ ബെസ്റ്റ് ആന്യ. അങ്ങനെ കണ്ടാ മതി. കുഞ്ഞുങ്ങളാ രണ്ടുപേരും, കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ മുമ്പിൽ ലോകം ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. ഇവിടുന്ന് കരയരുത്. ഇത് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് പോവാണെന്ന്, അല്ലെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് പോവാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഒരു ലേണിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ബാക്കി കരിയറിൽ നമുക്ക് എങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റും അത് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ.
ഇനി നമുക്ക് ആന്യക്കും റിഹാനും മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ 3 പേരും ഒന്ന് sure. ഫ്ലോറിലേക്ക്. ഷുവർ ഷുവർ ഷുവർ. ശരത് സർ, ആന്യക്ക് മൊമെന്റോ. And for Rihan. All the best guys and we love you. എപ്പോഴും ചക്കരുമ്മ രണ്ടുപേർക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഷെഡ്യൂളിൽ പുതിയ റൗണ്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയ പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് നൈറ്റ്.